നിധി ജോലി കഴിഞ്ഞ് പതിവ് പോലെ വീട്ടിലേക്ക് വരുമ്പോൾ നികേഷും ഹരീഷും സുഭാഷും സുധീഷും ഒക്കെ വീട്ടിനകത്ത് നിൽപ്പുണ്ട്. നിധിയെ കാണുന്നതും അവർക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. മോളെ എന്തേ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്, വീട്ടിനകത്തേക്ക് കയറി വാ എന്ന് സുഭാഷ് പറയുന്നുണ്ട്. ഇതാ വരുന്നേട്ടാ എന്ന് പറഞ്ഞ് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് നിധി വീട്ടിനകത്തേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ ജോലി സ്ഥലത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ സുഭാഷ് ചോദിക്കുന്നുണ്ട്. മോളെ നീ കൊണ്ടുപോകുന്ന ഭക്ഷണമൊക്കെ കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടല്ലോ അല്ലോ, അതോ ജോലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീ കഴിക്കാതെ മാറ്റി വയ്ക്കോ? സമയത്തിന് ഭക്ഷണമൊക്കെ കഴിക്കണം മോളെ. വിശന്നിരുന്നിട്ടുള്ള ജോലിയൊന്നും ചെയ്യേണ്ട കേട്ടോ. സമയത്തിന് ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുത്തിട്ട് ജോലി ചെയ്താൽ മതി. അതൊക്കെ പോട്ടെ, നിന്നെ ആരെങ്കിലും ശല്യം ചെയ്യുകയോ ദേഷ്യപ്പെടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? ഇല്ല ഏട്ടാ, ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ സുധീഷൻ ചോദിക്കുകയാണ്, നിധി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ട് കേട്ടോ, എന്നോട് തുറന്നു പറയണം. അവന്മാരെ ഞാൻ വെറുതെ വിടില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഓ ആയിക്കോട്ടെ ചെയ്യാം എന്ന് ഇങ്ങനെ ഒരു തമാശ രൂപത്തിൽ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം സുഭാഷ് പറയുന്നുണ്ട്, മോള് ജോലി കഴിഞ്ഞ് വന്നതല്ലേ, അകത്തേക്ക് കയറി ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി വാ, ഏട്ടൻ ഭക്ഷണം എടുത്ത് വയ്ക്കാം. ഏട്ടാ വേണ്ട ഏട്ടാ, ഞാനും കൂടെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാന്നേ, ഞാനിപ്പോൾ വരാവേ എന്ന് പറഞ്ഞിട്ട് നിധി റൂമിലേക്ക് കയറി പോവുകയാണ്. അവിടെ നിന്നിങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റാൻ തുടങ്ങുന്ന സമയത്താണ് റൂമിൻ്റെ സൈഡിലായിട്ട് ഒരു പാമ്പിരിക്കുന്നത് കാണുന്നത്. വല്ലാതെ ഭയന്ന് നിലവിളിച്ച്, അയ്യോ ഏട്ടാ ഓടി വരണേ, സുധീഷേ ഹരീഷേ എടാ ഓടി വാടാ എന്ന് വിളിക്കുമ്പോൾ പുറത്ത് നിൽക്കുന്ന അവർ പറയുന്നുണ്ട്, അയ്യോ നിധിയുടെ സൗണ്ടാണല്ലോ ആ കേൾക്കുന്നത്, എന്തു പറ്റി എന്ന് പറഞ്ഞ് അവർ ഓടി നിധിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്തു പറ്റി നിധി, എന്തു പറ്റി? അത് ഏട്ടാ ഇവിടെ ഒരു പാമ്പ് എന്ന് പറയുന്നു. പാമ്പോ? എവിടെയാ മോളെ, എവിടെ? ഏട്ടാ എനിക്ക് ഡോറ് തുറക്കാൻ പറ്റുന്നില്ല, ഡോറിൻ്റെ സൈഡിലായിട്ടാ ഇരിക്കുന്നത്, അതിപ്പോൾ എന്നെ കടിക്കൂ ഏട്ടാ, എനിക്ക് പേടിച്ചിട്ട് വയ്യ എന്ന് പറയുമ്പോൾ മോള് സമാധാനപ്പെട്, ഒന്നും സംഭവിക്കില്ല മോളെ, ധൈര്യത്തോടെ നിൽക്കുക എന്ന് പറയുന്നുണ്ട്. ഏട്ടൻ എതാ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിധി കണ്ണടച്ച് നിന്ന് ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം നോക്കുന്ന സമയത്ത് ആ പാമ്പിനെ അവിടെ കാണില്ല. പെട്ടെന്ന് അവൾ ഡോറ് തുറന്ന് വെളിയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് സുഭാഷ് ഒരു കമ്പൊക്കെ കൊണ്ട് റൂമിലേക്ക് വരുന്നുണ്ട്, സുഭാഷും ഹരീഷും ഒക്കെ. അപ്പോൾ എവിടെയാ മോളെ, ഇവിടെ പാമ്പിനെ കാണാനില്ലല്ലോ എന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, ഏട്ടാ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഏട്ടാ, എനിക്ക് പേടിയാവുന്നു, ഇനി ഞാൻ എങ്ങനെ ഈ റൂമിൽ കിടക്കും വിശ്വസിച്ച്, ഇവിടെ എവിടെയെങ്കിലും കാണും ഏട്ടാ അത്. മോളെ നീ ധൈര്യമായിട്ട് ഇരിക്കുക, പേടിക്കേണ്ട, ഇവിടെ എവിടെ ഉണ്ടെങ്കിലും ഏട്ടന്മാർ അതിനെ കണ്ടുപിടിച്ചിരിക്കും, നീ അല്ലാതെ പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ ഞങ്ങൾ ഒന്നും നോക്കാതെ നിന്നെ ഈ റൂമിൽ കിടത്തുവോ, പേടിക്കേണ്ട മോളെ എന്ന് പറയുകയാണ്. ആ സമയത്ത് നികേഷ് പുറത്തൊരു കസേരയിൽ കയറി നിൽക്കുകയാണ്. അപ്പോൾ പുറത്തേക്ക് വരുന്ന നിധി ചോദിക്കുകയാണ്, എന്താടാ നികേഷേ നീ ഈ കസേര മേലൊക്കെ കയറി നിൽക്കുന്നത്? അത് ഏട്ടത്തി പാമ്പെങ്ങാനും ഉണ്ട്, അവർ കമ്പിട്ട് അടിക്കുന്ന സമയത്ത് അത് ഇഴഞ്ഞ് ഇങ്ങോട്ട് വന്നാലേ കാലിലൊക്കെ കയറി കടിച്ചാൽ എന്ത് ചെയ്യും? കസേരയിലാവുമ്പോൾ ആ ഒരു പേടി വേണ്ടല്ലോ, അങ്ങനെ ചാടിക്കടിക്കുകയൊന്നുമില്ല, ആണോടാ എന്ന് പറഞ്ഞിട്ട് നിധിയും കസേര മേലെ കയറി നിൽക്കുകയാണ്. സുഭാഷും സുധീഷും ഹരീഷും ഒക്കെ ആയിട്ട് റൂമെല്ലാം അരിച്ചു പറക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് ജനലിൻ്റെ ഒരു സൈഡിൽ ചെറിയൊരു ഹോള് കിടക്കുന്ന കാണുന്നത്. അവിടെ നെറ്റ് കടിച്ചിട്ടുണ്ടെങ്കിലും ചെറിയൊരു ഹോളുണ്ട്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, വെറുതെ അല്ല, ഇത്രയും വലിയൊരു ഹോൾ ഉള്ളപ്പോഴാണോ പാമ്പിന് ഇനി കയറി വരാൻ പ്രയാസം, അത് ആ വഴിക്ക് തന്നെ ഇറങ്ങി പോയി കാണും, ഇനി എന്തായാലും അതിനങ്ങനെ തുറന്നിട്ടേക്കേണ്ട, നന്നായിട്ട് അടയ്ക്കണം ഏട്ടാ, അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, അത് പോയി കാണും എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അവിടെ എല്ലാം നോക്കിയവർ നോക്കിയതിന് ശേഷം കാണാഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിധി ചോദിക്കുകയാണ്, ഏട്ടാ കിട്ടിയോ ഏട്ടാ പാമ്പ്? അത് മോളെ ജനലിൻ്റെ ഒരു സൈഡിൽ ചെറിയൊരു ഹോളുണ്ടായിരുന്നു, അതുവഴി തന്നെ ഇറങ്ങി പോയിട്ടുണ്ടായിരിക്കും, ഇനി നീ പേടിക്കേണ്ട മോളെ, ഇനി അതൊന്നും വരില്ല, ഞാനത് നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഏട്ടാ എന്നാലും എനിക്ക് പേടിയാവുന്നു. അയ്യോ പേടിക്കണ്ട മോളെ, പേടിക്കണ്ട എന്ന് പറയുകയാണ്. ആ സമയത്ത് ഹരീഷ് സുഭാഷിനോട് പറയുകയാണ്, നിധി കേൾക്കാതെ പറയുകയാണ്, ഏട്ടാ ഈ ഒരു വീട്ടിൽ ഏട്ടത്തി അഡ്ജസ്റ്റ് ചെയ്യുന്നത് തന്നെ നമ്മുടെ മഹാഭാഗ്യം. ഏട്ടാ ആ ബാത്റൂം കണ്ടോ, അതിനകത്തൊക്കെ ആണെങ്കിൽ എന്തൊരു വഴുവഴുപ്പും വൃത്തികെട്ട സ്മെല്ലുമാണ്, ഒരു ബാത്റൂം നന്നായിട്ടില്ല, ഏട്ടത്തിക്കുള്ളൊരു റൂമില്ല, ഏട്ടത്തി എങ്ങനെയുള്ള വീട്ടിൽ താമസിച്ചതാണെന്ന് നമുക്കറിയാമല്ലോ അല്ലേ, സുധീഷ് ഏട്ടന് എന്തായാലും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ആ ഏട്ടത്തി നമ്മുടെ ഇവിടെ വന്നിട്ട് എന്തോരം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് താമസിക്കുന്നത്, ഏട്ടത്തിക്ക് വേണ്ടിയിട്ട് നമുക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല, എന്ത് വൃത്തികെട്ട റൂം, അതിനേക്കാളും വൃത്തികെട്ട ബാത്റൂം, ഒരു പെൺകുട്ടിക്ക് അതിനകത്ത് നിന്ന് എങ്ങനെയായിട്ടാ ബാത്റൂം ഉപയോഗിക്കാൻ കഴിയുന്നത്? എന്തായാലും ഏട്ടത്തിയെ സമ്മതിക്കണം, പാവ ഏട്ടത്തി എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അത്രയും വലിയ കോടീശ്വരൻ്റെ മകളായിട്ട് അത്രയും വലിയ വീട്ടിലും AC-യും വീട്ടിനകത്തും പുറത്തും ഒക്കെ ബാത്റൂമും റൂമിൽ ബാത്റൂമും ഇതൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഏട്ടത്തി ഇങ്ങനെ ഒരു ദുരന്തത്തിൽ താമസിക്കുന്നത് വലിയൊരു കഷ്ടം.
ഇനി ഈ വീട്ടിൽ വേറൊരു പെൺകുട്ടിയും കൂടി വന്നാൽ അവൾ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കുമോ, എനിക്കറിയില്ല എന്നിങ്ങനെ പറയുകയാണ്. ആ സമയത്ത് അവരൊക്കെ ചിന്തിക്കുന്നുണ്ട്, ശരിയാണ്, എത്രയോ വലിയ വീട്ടിൽ കഴിഞ്ഞിട്ടാണ് നിധി ഇവിടെ വന്ന് ഇത്രയും ചെറിയ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കുന്നത് എന്നുള്ള കാര്യം. ആ സമയത്താണ് നീതു, അതായത് ഹരീഷിൻ്റെ ലവർ നീതു വിളിക്കുന്നത്. നീതു വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എന്താ ഹരീഷേ, ഒരനക്കവും ഇല്ലല്ലോ, നിനക്കിപ്പോൾ നമ്മളെയൊന്നും വേണ്ടേ? ഒന്നും വിളിക്കുന്നില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ മാത്രം എന്തെങ്കിലും 2 വാക്ക് പറയും. എന്താ ഹരീഷേ ഇങ്ങനെ? അത് ഇവിടെ ഭയങ്കര പ്രശ്നമാടേ. അത് ഇവിടെ ഏട്ടത്തിയുടെ റൂമിലെ പാമ്പ് കയറി ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അത് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നീതുവിന് വലിയ ദേഷ്യം വരുന്നുണ്ട്. ഓ, നിനക്കിപ്പോൾ നിൻ്റെ ഏട്ടത്തി മതിയല്ലോ, ഊണിലും ഉറക്കത്തിലും എല്ലാം ഒരു ഏട്ടത്തിയുടെ റൂം വൃത്തിയാക്കി കൊടുക്കുന്നു, എന്തെല്ലാം പരാതികളാ, ഏട്ടത്തി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു, അത്രയും വലിയ വീട്ടിൽ നിന്ന് വന്നിട്ട് അതൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, വലിയ വീട്ടിലെ ഏട്ടത്തി ആയതുകൊണ്ടായിരിക്കും നിനക്ക് ഇത്ര സ്നേഹം ഏട്ടത്തിയോട് എന്ന് പറയുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, നീതു നിൻ്റെ സംസാരം നിർത്തിക്കോ, ആവശ്യമില്ലാത്തതൊന്നും സംസാരിക്കരുത്. നിനക്കെന്താ എൻ്റെ ഏട്ടത്തിയെ ഞാൻ സ്നേഹിക്കുന്നതിന് നിനക്ക് വലിയ കുഴപ്പമാണല്ലോ. അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഓ, ഞങ്ങൾ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളായതുകൊണ്ടായിരിക്കും ഇത്ര കെയറൊന്നും ഞങ്ങൾക്ക് തരാത്തത്. ഒരു ഏട്ടത്തി, ഞാനും ഇനി ആ വീട്ടിലോട്ട് വരുമ്പോൾ എവിടെയാണ് ഹരീഷെ താമസിക്കേണ്ടത്? അതിപ്പോൾ നമുക്ക് നമ്മുടെ റൂമുണ്ടല്ലോ, പിന്നെ എന്താ? ഓ, നിൻ്റെ റൂമോ? ആ വീട്ടിൽ ആകെപ്പാടെ വൃത്തിയുള്ളൊരു റൂം നിൻ്റെ ആ ഏട്ടത്തി താമസിക്കുന്ന റൂമാ. പിന്നെ ഇനി അതിനകത്ത് വേറെ ഏത് റൂമാ? ഇനി ഞാൻ വന്നാൽ ഞാനും നിൻ്റെ ഏട്ടത്തിയുമായിട്ട് പൊരിഞ്ഞ വഴക്കായിരിക്കും, ആരെങ്കിലും ഒരാളെ ആ വീട്ടിൽ താമസിക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഹരീഷിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അല്ലെങ്കിൽ സുഭാഷ് ചേട്ടൻ്റെ റൂമുണ്ടല്ലോ, അവിടെ കഴിയാം. ഓ, ഒരു സുഭാഷ് ചേട്ടൻ്റെ റൂം, അതിനകത്താണെങ്കിൽ അയാളുടെ പണി സാധനങ്ങളല്ലാതെ വേറെ ഒരു കുന്തവും ഇല്ല, അതിനകത്ത് എങ്ങനെ താമസിക്കാനാ? അപ്പോൾ ഹരീഷ് പറയാണ്, നിനക്ക് പറ്റുമെങ്കിൽ മതി, അത്രയും അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കാൻ കഴിയുമെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. നീ വെറുതെ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഏട്ടത്തി അത്ര നല്ല സ്വഭാവമുള്ളതാ. ഏട്ടത്തി നിന്നെക്കാളും എത്രയോ വലിയ വീട്ടിൽ കഴിഞ്ഞതാ. എന്നിട്ട് നമ്മുടെ ഈ ചെറിയ വീട്ടിൽ എത്ര സന്തോഷത്തോടു കൂടിയാണ് ഏട്ടത്തി താമസിക്കുന്നത്. എന്നിട്ട് നിനക്കെന്താ ഇത്ര വലിയ കുഴപ്പം? അതും ഏട്ടത്തിയോട് നിനക്കെന്താ ഇത്ര ദേഷ്യം? ഓ, എനിക്ക് ദേഷ്യമൊന്നുമില്ല, നിങ്ങൾ അവരോട് കാണിക്കുന്ന ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. എന്നോട് നിനക്ക് അത്ര സ്നേഹമില്ല, എന്നോട് വിളിച്ചാൽ സംസാരിക്കാൻ സമയമില്ല. എന്നിട്ടിപ്പോൾ നിൻ്റെ ഏട്ടത്തി 24 മണിക്കൂറും ഏട്ടത്തി അങ്ങനെയാണ്, ഏട്ടത്തി ആനയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ ഏട്ടത്തിയെ പറ്റി പറയാൻ മാത്രം നിനക്ക് നാവുള്ളൂ. അല്ലെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ നീതു നീ കഴിച്ചോ, നിനക്ക് സുഖമാണോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അങ്ങനെ എൻ്റെ വിശേഷങ്ങൾ എന്തെങ്കിലും നിനക്ക് അന്വേഷിക്കാനുള്ള സമയമുണ്ടോ ഹരീഷേ? അതിൻ്റെ ഒരു ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞതാ. അല്ലെങ്കിൽ നിൻ്റെ കാര്യങ്ങളെങ്കിലും നിനക്ക് സംസാരിച്ചുകൂടായോ? പ്രണയിക്കുന്നവർ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അവരുടെ ഏട്ടത്തിയുടെ കാര്യമാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ കാര്യങ്ങളല്ലേ, നമ്മുടെ ഭാവി എങ്ങനെയാവും, നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടല്ലേ നമ്മൾ സംസാരിക്കേണ്ടത്. അല്ലാതെ നീ 24 മണിക്കൂർ വിളിച്ചാലും നിൻ്റെ പ്രാരാബ്ദങ്ങളും നിൻ്റെ ഏട്ടത്തിയുടെ ഗുണങ്ങളും മഹിമയും ഒക്കെ എന്നോട് പറയാനല്ലേ നിനക്ക് സമയമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ വല്ലാതെ ദേഷ്യത്തോടു കൂടെ സംസാരിക്കുന്ന സമയത്ത് ഹരീഷ് പൊട്ടിത്തെറിക്കുകയാണ്. നീതു, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. എൻ്റെ ഏട്ടത്തിയമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവൻ തന്നെയാണ്. പിന്നെ നിനക്കെന്താ ഇത്ര അസൂയ? നീ അവരെ കണ്ട് പഠിക്കടി. ചുമ്മാ ഓരോരുത്തരെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കാൻ വേണ്ടി മാത്രം നിനക്കറിയാം. നിനക്കൊരു കാര്യം അറിയോ? എൻ്റെ വീട് പ്രേതാലയം പോലെ കിടന്നതായിരുന്നു. ആ വീടിനെ ഇപ്പോൾ ഒരു കുഞ്ഞു സ്വർഗമാക്കി മാറ്റിയത് ആ ഏട്ടത്തി വന്നതിന് ശേഷമാണ്. ആ വീടൊരു വീടായിട്ട് മാറിയത് ഏട്ടത്തി വന്നതിന് ശേഷമാണ്. എന്തെല്ലാം മാറ്റങ്ങളാണ് ആ കുഞ്ഞു വീട്ടിൽ ഏട്ടത്തി കൊണ്ടുവന്നത്. പരസ്പരം ഉള്ള സ്നേഹവും അച്ഛൻ്റെ ആ പെരുമാറ്റമൊക്കെ തിരിച്ചു കൊണ്ടുവന്നത് ഏട്ടത്തി കാരണമാണ്. 24 മണിക്കൂറും മദ്യത്തിൽ മുങ്ങി നടന്ന അച്ഛൻ്റെ ആ ഒരു മാറ്റം അതും ഏട്ടത്തി കാരണമാണ്. അതുകൊണ്ട് ആ ഏട്ടത്തിയുടെ കാല് കഴുകി വെള്ളം കുടിക്കണം. നീ ആ ഏട്ടത്തിയെ കണ്ട് പഠിക്കടി. അത്രയും വലിയ ആർഭാടത്തോടു കൂടി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഏട്ടത്തി എന്തുമാത്രം അഡ്ജസ്റ്റ് ചെയ്യുന്നു, ഒന്നിനും ഒരു കുറ്റം പറയാറില്ല, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നു. അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരു ഏട്ടത്തിയമ്മയെ കിട്ടിയത് തന്നെ എനിക്ക് ഭാഗ്യം തോന്നുന്നു. നീയൊക്കെ ആ ഏട്ടത്തിയെ കണ്ട് പഠിക്കണം നീതു. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. എനിക്കറിയാം നിനക്കെന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും അങ്ങനെ ഒരുപാട് നല്ല രീതിയിൽ സംസാരിക്കണമെന്നൊക്കെ. പക്ഷേ നിൻ്റെ ചില നേരത്തെ സംസാരം കേൾക്കുമ്പോഴുണ്ടല്ലോ വല്ലാതെ അങ്ങ് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. പക്ഷേ നിൻ്റെ സ്വഭാവം ഒന്ന് ചേഞ്ച് ആക്കാൻ ശ്രമിക്കുന്നീതു. എല്ലാവരോടും സ്നേഹം കാണിക്കാനും ഉള്ളതിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനും ഒക്കെ പഠിക്കുക. ഞാൻ ഏട്ടത്തിയെ നിനക്കൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഏട്ടത്തിയെ കണ്ടു പഠിക്കാൻ പറ്റുമെങ്കിൽ നിൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അല്ലാതെ എനിക്ക് നിന്നോട് ഒരു ദേഷ്യമോ വെറുപ്പോ അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ ജീവിതം നന്നായിട്ട്
പോകാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അല്ലാതെ നിന്നെ ദേഷ്യം പഠിപ്പിക്കാനെന്നോ നിന്നെ ഇഷ്ടമില്ലാന്നിട്ടോ അല്ല നീതു. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴും നീതുവിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ഓ ആയിക്കോട്ടെ, ഞാൻ നിൻ്റെ ഏട്ടത്തെ കണ്ട് പഠിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടു കൂടി അങ്ങ് ഫോൺ വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.